ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ +2 ഇംഗ്ലീഷിലുള്ള 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഒരിക്കൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ട് വായിച്ച് പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതൊരു അനക്ഡോട്ട് ആണ്. ഇത് റൈറ്റർ എന്ന് പറയുന്നത് ഒരു കർണാടകൻ റൈറ്റർ ആയിട്ടുള്ള സുധാമൂർത്തിയാണ് ഇതിന്റെ റൈറ്റർ എന്ന് പറയുന്നത്. അവരൊരു ടീച്ചറാണ്, ഒരു നോവലിസ്റ്റ് ആണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഒരിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഈ ഹൊറിഗല്ലു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഹൊറിഗല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൊറിഗല്ലു എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സ്റ്റോൺ ബെഞ്ചിനെയാണ് ഹൊറിഗല്ലു എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിന് ഹൊറിഗല്ലു എന്ന പേരാണ്. ജസ്റ്റ് ഒരു വെറും സ്റ്റോൺ ബെഞ്ചിന്റെ പേര് കൊടുത്തിട്ട് ഒരു ചാപ്റ്റർ കൊടുക്കാമോ? ചാപ്റ്ററിന് പേര് കൊടുക്കാൻ കാരണം എന്തായിരിക്കും? നമുക്ക് നോക്കി നോക്കി ചാപ്റ്ററിലൂടെ പോയേക്കാം. Hot summer days remind me of my childhood in a little village. ഓക്കെ, അവരുടെ അനക്ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതിനാണ് അനക്ഡോട്ട് എന്ന് പറയുന്നത് ബേസിക്കലി. അപ്പം അവരുടെ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. Hot summer days remind me of my childhood in a little village. There was a large banyan tree right in the middle of the village, and I would spend many hours playing under it during my holidays. എന്താ പറയുന്നത്? ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ ലിറ്റിൽ വില്ലേജ്. അവരുടെ ഒരു സുധാമൂർത്തി ചെറുതായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വില്ലേജിലായിരുന്നു, ഒരു ചെറിയൊരു ഗ്രാമത്തിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ചൂടുള്ള സമ്മർ ഡേയ്സ് അവരെ എപ്പോഴും അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അവരുടെ ചെറുപ്പകാലത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകും, അവരുടെ ഓർമ്മകള്. There was a large banyan tree right in the middle of the village. ആ വില്ലേജിന്റെ നടുവിലായിട്ട് ഒരു വലിയൊരു ബനിയൻ ട്രീ ഉണ്ടായിരുന്നു. And I would spend many hours playing under it during my holidays. നമ്മുടെ സ്കൂളില്ലാത്ത സമയങ്ങളിൽ ഹോളിഡേയ്സിൽ അവരുടെ ഒരുപാട് മണിക്കൂറുകൾ അതിന്റെ ചുറ്റും ഓടിക്കളിച്ചുകൊണ്ട് അവര് ചിലവഴിച്ചിട്ടുണ്ട്. The tree was like a massive umbrella with its branches providing much needed shade and succor. ആ ട്രീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാസീവ് അംബ്രല പോലെ, അതായത് അതിന് താഴെ ഇരിക്കുന്നവർക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ഷെയ്ഡ്സ്, അതായത് തണലും അതുപോലെ തന്നെ സക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടും കൊടുക്കാൻ പാകത്തിനുള്ള ഒരു മരമായിരുന്നു എന്ന് പറയുന്നത് ആ ഒരു ബനിയൻ ട്രീ എന്ന് പറയുന്നത്. Travelers spend some time sitting under it and catching their breath before going on the way. അതിലൂടെ കടന്നു പോകുന്ന ട്രാവലേഴ്സ് ഒക്കെ അതിനടിയിൽ ഇരുന്നിട്ട് അവരുടെ ശ്വാസം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമായിരുന്നു. ടു മേക്ക് ദം കംഫർട്ടബിൾ ദെയർ വാസ് എ ഹൊറിഗല്ലോ അണ്ടർ ദ ട്രീ. അവർ ഒന്നുകൂടി കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു മരത്തിന്റെ അടിയിൽ ഒരു ഹൊറിഗല്ലോ കൂടി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഹൊറിഗല്ലോ ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബിയർ വെയിറ്റ്. ഹൊറിഗല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഒരു സ്റ്റോൺ ആണ് ദാറ്റ് ക്യാൻ ബിയർ വെയിറ്റ്. ഭാരം ചുമക്കാൻ കഴിവുള്ള ഒരു സ്റ്റോണിനെയാണ് എന്തെന്ന് പറയുന്നത് ഹൊറിഗല്ലോ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓവർ ടു വെർട്ടിക്കൽ വൺസ്. എന്താണ്? ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓവർ ടു വെർട്ടിക്കൽ വൺസ്. അതായത് രണ്ട് വെർട്ടിക്കൽ കുത്തനെ വെച്ചിട്ടുള്ള രണ്ട് കല്ലിന്റെ മുകളിൽ ഹൊറിസോണ്ടലി പരത്തി വെച്ചിട്ടുള്ള ഒരു കല്ല്, അതാണ് എന്തെന്ന് പറയുന്നത് ഹൊറിഗല്ലോ എന്ന് പറയുന്നത്. Thus making a stone bench on which anyone could sit and rest a while. അതായത് രണ്ടും വെർട്ടിക്കൽ ആയിട്ട് വെച്ചിട്ടുള്ള സ്റ്റോണിന് മുകളിൽ പരത്തി വെച്ചിട്ടുള്ള ഒരു കല്ലിനാണ് ഹൊറിഗല്ലോ എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റോൺ ബെഞ്ച്, അതായത് ബെഞ്ച് പോലെ അടുക്കി വെച്ചിട്ടുള്ള ഒരു കല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹൊറിഗല്ലോ എന്ന് പറയുന്നത്. ഇവിടെ ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? രണ്ട് വെർട്ടിക്കൽ ആയിട്ട് കുത്തനെ വെച്ചിട്ടുള്ള കല്ലിന്റെ മുകളിൽ പരത്തി വെച്ചിട്ടുള്ള ഒരു കല്ല്, ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഹൊറിഗല്ലോ എന്ന് പറയുന്നത്. അതായത് അതിന്റെ മുകളിൽ ആർക്ക് വേണമെങ്കിലും ഇരിക്കാനായിട്ട് പറ്റും. ഓക്കെ, chat with the fellow travelers and exchange news of the road. അപ്പൊ അവിടെ വന്നിരുന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? അവിടെയുള്ള മറ്റു ട്രാവലേഴ്സിനോട് സംസാരിക്കും. അതുപോലെ തന്നെ അവരുടെ വഴിയിൽ അവർ കണ്ടിട്ടുള്ള പുതിയ പുതിയ ന്യൂസുകളെ കുറിച്ചൊക്കെ അവിടെ ഇരുന്നിട്ട് ചർച്ച ചെയ്യും. Cool water would be kept in earthen pots near the bench and people could quench their thirst ബിഫോർ സ്റ്റാർട്ടിങ് ദെയർ ജേർണി. ഓക്കെ, അവിടെ വെച്ചിട്ടുള്ള അവിടെ മരത്തിന്റെ പോട്ടിൽ വെച്ചിട്ടുള്ള നല്ല തണുത്ത വെള്ളം ഉണ്ടാകും. ആ വെള്ളം കുടിച്ച് അവിടെ ഇരുന്ന് അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ച് അവരുടെ ദാഹമൊക്കെ അകറ്റി അവരെന്ത് ചെയ്യും? അവരുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. I'm sure the Horigalvino village holds special memories for me as it's incredibly linked with my grandfather. എന്താണ് അവിടെയുള്ള ഹൊറിഗല്ലോ എന്ന് പറയുന്നത്
ഉദ്ദേശിച്ചിടത്തോളം മറക്കാൻ പറ്റാത്തൊരു മെമ്മറിയാണ്. ഇൻഎക്സ്ട്രിക്കബിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഭാജ്യമായ ഘടകം, അത് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് അവരുടെ ഗ്രാൻഡ് ഫാദറുമായിട്ട് ആയിരിക്കുമ്പോൾ ഗ്രാൻഡ് ഫാദറിന്റെ ഓർമ്മകളിൽ പ്രത്യേകിച്ച് ഒരിക്കലും എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ്. കാരണം എന്താണ്, ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ആൻഡ് വുഡ് സ്പെൻഡ് ഹവേഴ്സ് എവറി ഡേ. അവരെന്താണ്, അവരുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. അതായത് അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെപ്പോഴും ആ ഒരു റിയൽ പോയി ഇരിക്കും. സിറ്റിംഗ് അണ്ടർ ദ ബനിയൻ ട്രീ ആൻഡ് ടോക്കിംഗ് ടു ദോസ് റെസ്റ്റിംഗ് there. അവരെന്ത് ചെയ്യും, എപ്പോഴും ആ ബനിയൻ ട്രീന്റെ താഴെ വന്നിരുന്നിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളോട് സംസാരിച്ചങ്ങനെ ഇരിക്കും. When I would get tired of playing, I would sit next to him and observe the people he was speaking to and listening to their conversations. അതായത് ഈ സുധാമൂർത്തി അന്ന് ചെറുപ്പക്കാരാണ്. അവർ കളിച്ച് ക്ഷീണിച്ച് വരുന്ന സമയത്തും അവരും എന്ത് ചെയ്യും, ആ ഒരു ഹൊറിഗല്ലൂര് അവിടെ വന്നിരിക്കും. അപ്പൊ അവരുടെ ഗ്രാൻഡ് ഫാദർ അവിടെ ഇരിക്കുന്നുണ്ടാവും, മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവരെന്ത് ചെയ്യും, ടയേർഡ് ആയിട്ട് ആ ഹൊറിഗല്ലൂര് വന്നിരിക്കുന്ന സമയത്ത് അവരുടെ സംസാരം ഇവരും എന്ത് ചെയ്യും, കാതോർത്തിരിക്കും. Most of them were villagers taking a break from their works in the field nearby. They had uh, they had to truck long distance each day, carrying heavy burdens on their heads. എന്താണ്, most of them were villagers taking a break from their work in the field nearby. അവർ അവിടെ ഇരിക്കുന്നവരിൽ കൂടുതലും ആ വില്ലേജസ് തന്നെയായിരിക്കും. അവര് അവിടെ അടുത്തുള്ള പാടത്തൊക്കെ പണി എടുത്തിട്ട് ക്ഷീണിച്ച് വന്നിരിക്കുന്നതായിരിക്കും. They had to walk long distance each day. അവർക്ക് എല്ലാ ദിവസവും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതാണ്. ക്യാരിങ് വലിയ വലിയ ഭാരങ്ങൾ അവരുടെ തലയിൽ ചുമന്നുകൊണ്ട് എന്നും യാത്ര ചെയ്യാനുള്ളതാണ്. Tired of drink the cool water, wash their faces with it and chat with grandfather. എന്ത് ചെയ്യും, ടയേർഡ് ഔട്ട് ബൈ ദ ആ സമ്മർ ഡേയ്സിലെ ചൂട് കാരണം ക്ഷീണിച്ചുകൊണ്ട് they would drink the cool water. അവിടെ വന്നിരുന്നവർ അവർ തണുത്ത വെള്ളം കുടിക്കും. wash their face with it. അവിടെ വന്നിരുന്നവരുടെ അവർ തണുത്ത വെള്ളം കൊണ്ട് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് ചാറ്റ് വിത്ത് ഗ്രാൻഡ് ഫാദറുമായിട്ട് അവർ സംസാരിച്ചിരിക്കും. Their conversations would be about their daily lives and worries. ആ കോൺവെർസേഷൻ എന്തിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും, അവരുടെ ജീവിതത്തിലുള്ള അവരുടെ അന്നന്നത്തെ ജീവിതത്തിനെ കുറിച്ചിട്ടും അവരുടെ ജീവിതത്തിലുള്ള ടെൻഷനുകൾ, വെറീസ് ഒക്കെ ആയിരിക്കും അവരുടെ മെയിൻ ആയിട്ടുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത്. മാസ്റ്റർ ജി, this summer had been so hot. I have never seen such dry weather. മാസ്റ്റർ ജി, അതായത് അവരുടെ ഗ്രാൻഡ് ഫാദറിനെ അവരെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയാണ്, മാസ്റ്റർ ജി. ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്. ഈ സമ്മർ കാലഘട്ടം എന്ന് പറയുന്നത് എന്താ വളരെ ചൂടുള്ള കാലഘട്ടമാണ്. ഐ ഹാവ് നെവർ സീൻ സച്ച് ഡ്രൈ വെതർ. ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ഒരു വെതർ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതല്ലെങ്കിൽ എന്തായിരിക്കും അവർ പറയുന്നുണ്ടാവുക, മാസ്റ്റർ ജി, ഇറ്റ് ഇസ് ഗെറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ക്യാരി ദിസ് ലാർജ് ലോഡ്സ് ഓൺ മൈ ഹെഡ്. എനിക്ക് ഈ ഒരു വളരെ വലിയ ഭാരങ്ങൾ എന്റെ തലയിൽ ചുമക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. താങ്ക് യു ഫോർ ദിസ് ഹൊറിഗല്ലോ. എന്താണ്, ഈ ഒരു ഹൊറിഗല്ലോ, താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊറിഗല്ലോ. എന്താ, ഈ ഹൊറിഗല്ലോ ഇവിടെ സ്ഥാപിച്ചതിന് ദൈവത്തിനോട് അവർ നന്ദി പറയാണ്. ഐ വിഷ് മൈ സൺ വുഡ് ഹെൽപ്പ് ബട്ട് ഹി ഓൺലി വാണ്ട് ടു ഗോ ടു ദി സിറ്റി. എന്താണ്, ഞാൻ വിചാരിക്കുന്നു എന്താണ് എന്റെ എന്റെ മകൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, പക്ഷെ എന്താണ് അവന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് സിറ്റിയിലേക്ക് പോയാൽ മതി എന്നുള്ള ചിന്തയാണ്. ദേ സ്പോക്ക് അബൌട്ട് ഡിഫിക്കൽറ്റീസ് ദേ ലീഡ് വിത്ത്. അവരുടെ കോൺവെർസേഷനിലെ എക്സാമ്പിൾ ആണ് അവിടെ സുധേമൂർത്തി കൊടുത്തിട്ടുള്ളത്. സ്ഥിരമായിട്ട് അവർ സംസാരിക്കുന്നത് only listen to them, but just talking to him seemed to refresh them for the journey. എന്താണ്, മൈ ഗ്രാൻഡ് ഫാദർ കുഡ് ഓൺലി ലിസൺ ടു ദം. ഗ്രാൻഡ് ഫാദർ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ആവുന്നത്, ബട്ട് ജസ്റ്റ് അവർ കേട്ടുകൊണ്ട് മാത്രം ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം ഫോർ ദ ജേർണി. അവരുടെ കുറച്ചും കൂടി റിഫ്രഷ് ആവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ആഫ്റ്റർ സം ടൈംസ്, കുറച്ച് കാലങ്ങൾക്ക് ശേഷം ദേ കുറച്ച് സമയത്തിന് ശേഷം അവിടെ ഇരുന്നിട്ട് സംസാരിച്ച് കുറച്ച് സമയത്തിന് ശേഷം they would pick up their burden with some ease and go on their way. എന്താണ്, കുറച്ച് സമയം അവിടെ ഇരുന്ന് അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അവരൊന്ന് റിഫ്രഷ് ആയി തോന്നിയാൽ വീണ്ടും അവരുടെ ബേർഡൻ, അതായത് അത്രയും അങ്ങനെയുള്ള അവരുടെ ലഗേജുകളൊക്കെ എടുത്തിട്ട് അവർ വീണ്ടും എന്ത് ചെയ്യും, അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. കുറച്ചും കൂടി ഈസി ആയിട്ട് അവരുടെ ബേർഡൻ അവർക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതായിട്ട് ആർക്ക് തോന്നാറുണ്ട്, സുധാമൂർത്തി. Understand why they blessed it so often for being there.
എന്താണ് ദ ഹൊറിഗൽ വാസ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ദയർ ലൈഫ്സ്. അവരുടെയൊക്കെ ലൈഫിൽ ഹൊറിഗൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ആസ് എ കൊണ്ടാണ് അവര് ഇന്നും ഇതിനെ അനുഗ്രഹിക്കുന്നതെന്ന്, ഹൊറിഗലുവിനെ അനുഗ്രഹിക്കുന്നതെന്ന് അന്ന് കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നും അവർ പറയാറുണ്ട്, ഹൊറിഗൽ ഇവിടെ ഉണ്ടായിരുന്നത് എത്ര നന്നായി എത്ര നന്നായിരുന്നു. പക്ഷെ അന്ന് കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് അവരെല്ലാവരും ഹൊറിഗലുവിനെ ബ്ലസ് ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് ഓൺലി എ സ്റ്റോൺ ബെഞ്ച്. എന്തൊക്കെ പറഞ്ഞാലും അതെന്താണ്, ഒരു സ്റ്റോൺ ബെഞ്ച് മാത്രമാണ്. ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ ഹു ടോൾഡ് മീ. അപ്പോൾ അവരുടെ ഗ്രാൻഡ് ഫാദർ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ്, ചൈൽഡ്, ഹൊറിഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. ഓക്കെ, ഒരു ഹൊറിഗല്ലു എന്ന് പറയുന്നത് എല്ലാ യാത്രയിലും, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ യാത്രയിലും ഹൊറിഗല്ലു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. വി ഓൾ എല്ലാവരും ഒരുപാട് ബേർഡൻസ് ചുമക്കുന്നവരാണ്. ബട്ട് എവറി വൺസ് ഇൻ എ വൈൽ വി നീഡ് ടു സ്റ്റോപ്പ്. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് നിർത്തേണ്ടി വരും. പുട്ട് ഡൗൺ ദ ബേർഡൻ ആൻഡ് നമ്മൾ ഇടയ്ക്കെങ്കിലും നമ്മുടെ തലയിൽ നിന്ന് ഭാരമൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കേണ്ടി വരും. ഓൺലി ദെൻ ക്യാൻ വി ബി റിഫ്രഷ്ഡ് എനഫ് ടു പിക്ക് അപ്പ് ദ ലോഡ്സ് വൺസ് മോർ. എന്നാൽ മാത്രമേ നമുക്ക് ഒന്നുകൂടി ആ ഒരു കുറച്ചുകൂടി റിഫ്രഷ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എന്ന് ആര് പറഞ്ഞു കൊടുക്കുകയാണോ, ഹൊറിഗല്ലുവിനെ കുറിച്ചിട്ട്, ഹൊറിഗല്ലുവിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഗ്രാൻഡ് ഫാദർ നമ്മുടെ സുധാമൂർത്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഹൊറിഗല്ലു ഗിവ്സ് എവറി വൺ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡു സോ. ഹൊറിഗല്ലു എന്താ ചെയ്യുന്നത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആർക്കും കൊടുക്കണം. എന്ത് ഓപ്പർച്യൂണിറ്റി, ഇത്രയും വലിയ ദൂരമായിട്ടുള്ള കുറെ ബേർഡൻസ് ചുമന്നുകൊണ്ട് പോകുന്ന യാത്രയിൽ കുറച്ച് സമയം അതൊന്ന് ഇറക്കി വെച്ച് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസരം ഹൊറിഗല്ലു ഒരുക്കി കൊടുക്കുകയാണ്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ റീഗെയിൻ ദിയർ സ്ട്രെങ്ത്. അവരുടെ സ്ട്രെങ്ത്, അവരുടെ ശക്തി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, റീഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്താ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഹൊറിഗല്ലു ആണ്. അപ്പോൾ ഹൊറിഗല്ലുവിന്റെ ഇമ്പോർട്ടൻസ് ഗ്രാൻഡ് ഫാദർ നമ്മുടെ സുധാമൂർത്തിക്ക് പറഞ്ഞു കൊടുക്കണം. ലേറ്റർ ഓൺ ഇൻ ലൈഫ് ഐ ഗോട്ട് ടു സീ സംതിങ് ദാറ്റ് റിമൈൻഡഡ് മീ ഓഫ് ദാറ്റ് സ്റ്റോൺ ബെഞ്ച് വൺസ് അഗെയിൻ. നമ്മൾ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൂടി എനിക്ക് ആ ഒരു സ്റ്റോൺ ബെഞ്ചിനെ കുറിച്ച് ഓർക്കാനുള്ള ഒരു അവസരം കിട്ടാണ്. ഐ വാസ് വർക്കിംഗ് ഇൻ മുംബൈ. വൺ ഓഫ് മൈ കൊളീഗ് രത്ന വാസ് എ സീനിയർ ക്ലർക്ക് മിഡിൽ ഈജിപ്റ്റ് ആൻഡ് ഓൾവേസ് സ്മൈലിംഗ്. അവര് ബോംബെയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവരുടെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു. കൊളീഗിന്റെ പേര് രത്ന എന്നാണ്. അവർ അവിടുത്തെ സീനിയർ ക്ലർക്കാണ്. ഒരു മിഡിൽ ഏജിൽ ആയിട്ടുള്ള ആളാണ്. ഓൾവേസ് സ്മൈലിംഗ്, എപ്പോഴും ചിരിച്ചുകൊണ്ട് കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഷീ ഹാഡ് ഡൺ her graduation and been working in the company for nearby 25 years. എന്താണ്, she had done her graduation and been working in the company for nearly 25 years. അവരെന്താണ്, ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം 25 വർഷങ്ങളായിട്ട് ആ സെയിം കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഷി വെൻ അബൌട്ട് ഹർ റെപ്പിറ്റേറ്റീവ് മണ്ടൻ വർക്ക് വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ചെയർഫുൾ. അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലി എന്താണ്, വർക്ക് ചെയ്യാണ് വിത്ത് ഇൻഫെക്ഷ്യസ് ചെയർഫുൾനെസ്. ആ ഒരു വാക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പൊതുവെ എന്തിനാണ്, പകർച്ചവ്യാധികളെയാണ് നമ്മൾ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻഫെക്ഷ്യസ് ചെയർഫുൾനെസ് എന്ന് പറഞ്ഞാൽ അവരുടെ സന്തോഷം, അവരെപ്പോഴും സ്മൈലിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. അവരുടെ ആ ഒരു സന്തോഷം അവരുടെ ചുറ്റുമുള്ളവരിലേക്ക് പകർച്ച എന്താ അവരുടെ ചുറ്റുമുള്ളവർക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്, രത്ന എന്ന് പറയുന്നത്. എവറി ഡേ ഡ്യൂറിംഗ് ദ ലഞ്ച് അവർ ഷീ വുഡ് സിറ്റ് വിത്ത് സം പേഴ്സൺ ഇൻ വൺ ഓഫ് ദി റൂം ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. എന്താണ്, എല്ലാ ദിവസവും ഉച്ചഭക്ഷണം കഴിക്കുന്ന ഒരു ഹവറിൽ അവർ ഏതെങ്കിലും ഒരാളുടെ കൂടെ അവിടെ ഏതെങ്കിലും ഒരു റൂമിൽ വെച്ച് ഒരു വലിയ ചാറ്റ് നടത്തുന്നുണ്ടാവും. ഐ വുഡ് ഓഫൻ വണ്ടർ വാട്ട് ദേ ടോക്ക് അബൌട്ട്. എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്, എന്താണ് അവർ ഇത്രയും ഒരു ലോങ് അവർ എന്താണ് അതിന് മാത്രം അവർ സംസാരിക്കുന്നത് എന്ന്. വൺ ഡേ, ഒരു ദിവസം, ഐ ഫൈനലി ആസ്ക്ഡ് ഹർ, ഞാൻ അവരോട് ചോദിക്കാനിടയായത്, രത്ന, വാട്ട് ഡു യു ടോക്ക് വിത്ത് ഈച്ച് പേഴ്സൺ ഫോർ ഓൾ ലഞ്ച് അവർ. ഒരു ലഞ്ച് അവർ മുഴുവൻ നിങ്ങൾ എന്താണ് ഒരു പേഴ്സണോട് സംസാരിക്കുന്നത് രത്നോട് ചോദിക്കാണ്. രത്ന സ്മൈൽഡ് ആൻഡ് said simply, they share their troubles with me. രത്ന ചിരിച്ചിട്ട് അവരോട് ആൻസർ പറയാനുണ്ട്, they share their troubles with me. അവർ അവരുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But how can you solve their problems?
solve the troubles of so many people? Do you always have an answer for them? അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും പേരുടെ ട്രബിൾസ്, അത്രയും പേരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്? ഡു യു ഓൾവേസ് ഹാവ് ആൻ ആൻസർ ഫോർ ദം? നിങ്ങൾക്ക് എപ്പോഴും അവർക്ക് കൊടുക്കാനുള്ള ആൻസർ ഉണ്ടാവാറുണ്ടോ എന്ന് രത്ന ചോദിക്കണം. അവരുടെ സംശയം തീർന്നില്ല, അവരുടെ സുധാമൂർത്തിയുടെ സംശയം തീർന്നില്ല. നോ ഓൺലി നോ ഐ ഓൺലി ലിസൺ. ഞാൻ എന്തില്ല, ഞാൻ അവരോടൊന്നും പറയില്ല, ജസ്റ്റ് അവർ പറയുന്നത് കേൾക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് എനഫ്, ദാറ്റ്സ് ഓൾ ദ പ്രോബ്ലം. ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡുലസ് അറ്റ് സച്ച് എ സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക്. എന്താ ചോദിക്കുന്നത്? ദാറ്റ് ഇസ് എനഫ്, അത് മതിയോ? ദാറ്റ്സ് ഓൾ ദ പ്രോബ്ലംസ്. നിങ്ങൾ ജസ്റ്റ് കേട്ടു എന്ന് വിചാരിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആകുമോ? എന്താണ്? ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡുലസ് അറ്റ് സച്ച് എ സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക്. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായ ഒരു ആ ഒരു കാര്യത്തിൽ ഒട്ടും വിശ്വാസം വരാത്ത ഒരു കുട്ടിയെ പോലെ സുധാമൂർത്തി അവരോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബട്ട് രത്ന ആൻസർ ദ സെയിം പേഷ്യൻസ് ആൻഡ് അഫെക്ഷൻ ദാറ്റ് ഷീ മച്ച് ഹാവ് യൂസ്ഡ് ഇൻ വിത്ത് ഓൾ മൈ കൊളീഗ്സ്. രത്ന എന്താണ്, രത്ന അത്രയും സംശയം ചോദിച്ചിട്ടും രത്ന വളരെ പേഷ്യൻസോട് കൂടി, വളരെ ക്ഷമയോടുകൂടി, അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വാത്സല്യം എന്നാണ് അർത്ഥം, അത്രയും ക്ഷമയോടും വാത്സല്യത്തോടും കൂടിയിട്ട് വളരെ സ്നേഹത്തോടെ അവർക്ക് മറുപടി കൊടുക്കുകയാണ്. അവരെപ്പോഴും അവരുടെ കൊളീഗ്സിനോട് അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഐ എം നോട്ട് എ ട്രെയിൻ കൗൺസിലർ ഓർ ആൻ ഇന്റലക്ച്വൽ. നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. ഐ എം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ ഓർ ആൻ ഇന്റലക്ച്വൽ. ഞാനൊരു ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിലറോ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവി ഒന്നുമല്ല. എന്താണ് പറയുന്നത്? നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലംസ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ വേറെ ഒരാൾക്കും സോൾവ് ചെയ്യാനായിട്ട് പറ്റൂല. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയമേ നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്തേ പറ്റുള്ളൂ. എന്താണ്? then how do you help them by listening to them? പിന്നെ വെറുതെ ഒന്ന് നമ്മൾ എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ സോൾവ് ചെയ്യണം, മറ്റാർക്കും സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് രത്ന പറഞ്ഞു. പിന്നെ എന്തിനാണ് നിങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് എന്ന് വീണ്ടും ആര് ചോദിക്കാണ്? നമ്മുടെ സുധാമൂർത്തി രത്നയോട് ചോദിക്കാൻ. അപ്പൊ എന്താണ് രത്ന പറയുന്നത്? God has God has given me 2 years to listen to others. I hear them out with sympathy and without any judgment. God has given me 2 years to listen to others. എന്താണ്? മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് 2 ചെവി തന്നിട്ടുണ്ട്. I heard them out with sympathy and without any judgment. ഞാൻ അവരെ ജഡ്ജ് ചെയ്യാതെ സിമ്പതിയോട് കൂടി അവർ പറയുന്നതെല്ലാം കേട്ടിരിക്കും. When a person with troubles or under a lot of strain finds an outlet for his worries, it relieves half of his burden. എന്താണ് പറയുന്നത്? When a person in trouble, പ്രശ്നത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ under a lot of strain find an outlet for his worries, it relieves half of his burden. എന്താണ്? ഒരാള് അത്രയും പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരാള് അവരുടെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് അവരുടെ വേർഡനിൽ അത്രയും ഒരു റിലീഫ്, ഒരു സമാധാനം കിട്ടും. ഐ തോട്ട് ഫോർ സം ടൈംസ് ആൻസേർഡ്. ഞാൻ കുറച്ച് സമയം ആലോചിച്ചിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു, ബട്ട് ഡോണ്ട് യു എവർ ബ്രേക്ക് ദ കോൺഫിഡൻസ് ആൻഡ് ടെൽ അതേഴ്സ് ദ സീക്രറ്റ്സ് യു ഹിയർ ഗിവൻ ബൈ മിസ്റ്റേക്ക്. നിങ്ങളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ അവരുടെ ഒരു കോൺഫിഡൻസ്, അതായത് നിങ്ങൾ അവർ പറയുന്ന ആ ഒരു സീക്രട്ട് നിങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യില്ലേ? ബൈ എനി മിസ്റ്റേക്ക്, നിങ്ങളുടെ ചെറിയ തെറ്റുകൊണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യില്ലേ എന്ന് ചോദിക്കുകയാണ്, സാമൂഹ്യത്തിൽ ചോദിക്കുകയാണ്. നോട്ട് ഈവൻ മൈ ഡ്രീംസ്. എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. ഞാൻ ഈ ഒരു കാര്യം, അതായത് മറ്റുള്ളവരോട് വിശ്വാസവഞ്ചന ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ ഗ്രേറ്റർ സിൻ ദാൻ ബിട്രേയിങ് സംവൺസ് കോൺഫിഡൻസ്. ഒരാളുടെ വിശ്വാസം തകർക്കുന്നതിനേക്കാൾ വലിയൊരു തെറ്റ് ഇല്ല, ഈ ലോകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. They tell me their worries because they know I'll never talk about it or gossip about another person. എന്താണ്? അവരെന്നോട് അവരുടെ വെറീസും ബുദ്ധിമുട്ടുകളൊക്കെ എന്നോട് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ മറ്റാരോടും ഇത് ഷെയർ ചെയ്യില്ല, മൂന്നാമതൊരാൾ ഇത് അറിയില്ല എന്നുള്ള അവരുടെ കോൺഫിഡൻസ് കൊണ്ടാണ്. only when they know their words are secure with me can they talk to me freely. അവരുടെ വേർഡ്സ് എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് അവർക്ക് വിശ്വാസം ഉണ്ടായാൽ മാത്രമേ അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്നോട് തുറന്ന് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. This way, I relieve their burden for a short while till they are ready to pick themselves up and carry on with their journey. എന്താണ് പറയുന്നത്? This way, I relieve their burden for a short while till they are ready to pick themselves up and carry on with their journey. എന്താണ്? ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് അവർക്ക് കുറച്ച് സമാധാനം, റിലീഫ് വന്നതിന് ശേഷം അവരെന്ത് ചെയ്യും?
കുറച്ച് സമയത്തെങ്കിലും ആ ഒരു റിലീഫ് വന്നതിന് ശേഷം അവർക്ക് സ്വയമേ അവരുടെ ബുദ്ധിമുട്ടുകളെ ഒന്നുകൂടി എടുത്തിട്ട് അവർക്ക് അവരുടെ ജേണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. വേർഡ്സ് uncannily echoed my grandfather's sitting on the stone bench under a banyan tree. അവരുടെ വേർഡ്സ് എന്റെ ഗ്രാൻഡ് ഫാദറിനെ അതായത് ബനിയൻ ട്രീന്റെ ചോട്ടിലിരിക്കുന്ന അവരുടെ ഗ്രാൻഡ് ഫാദറിനെ അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്. Perhaps in their in their own small way, without access to deep wealth, both these people doing tremendous social service. എന്താണ്, അവരുടെ കയ്യിൽ ഒരുപാട് സമ്പാദ്യമോ പണമോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ പോലും അവർ രണ്ടുപേരും ചെയ്യുന്നത്, അതായത് ഗ്രാൻഡ് ഫാദറും രത്നയും ചെയ്യുന്നത് ട്രമൻഡസ് സോഷ്യൽ സർവീസ് ആണെന്നാണ് പറയുന്നത്. ട്രമൻഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായ എന്നൊക്കെയാണ് കേട്ടോ. അത്രയും കാര്യമായിട്ടുള്ള സോഷ്യൽ സർവീസ് തന്നെയാണ് അവർ ചെയ്യുന്നത്. നോ വൺ തോട്ട് ഓഫ് അക്നോളജിങ് their works or rewarding them for it. ഒരാളും അവരുടെ വർക്കിനെ പ്രശംസിക്കുക അല്ലെങ്കിൽ അവർക്കൊരു റിവാർഡ് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. ബട്ട് ദി കണ്ടിന്യൂ ടു ഡു സോ. എന്നിട്ടും അവർ ഈ ജോലി തുടരാണ്. ആസ് ദിസ് ആക്ട് ഓഫ് കൈൻഡ്നസ് ഗേവ് ദം ജോയ്. ഈ ഒരു കാര്യം അവർക്ക് സന്തോഷം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലേറെ ഇഫ് പറയുന്ന ആൾക്ക്, പ്രശ്നങ്ങൾ പറയുന്ന ആൾക്ക് അതൊരു സമാധാനം കൂടിയാണ്. ഇഫ് എവർ നോ ഐ ഹാപ്പൻ ടു പാസ് എ ഹൊറിഗൽ ഇൻ വില്ലേജ്, ഐ റിമെമ്പർ ദം ആൻഡ് വിഷ് there were many more of them in the world. ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രാമത്തിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഹൊറിഗൽ കാണാനിടയാവാണെങ്കിൽ ഞാൻ ഗ്രാൻഡ് ഫാദറിന്റെയും രത്നയിലേക്ക് ഓർക്കാറുണ്ട്. ഞാൻ ആഗ്രഹിക്കാറുണ്ട് അവരെ പോലെ അല്ലെങ്കിൽ ഇതുപോലെ ഇനിയും ഒരുപാട് ഹൊറിഗലോസ് ഈ രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. എന്താണ് ഈ കഥയിൽ പറയുന്നത്? ഇത്രയേ ഉള്ളൂ ഈ സ്റ്റോറി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. എന്താ ഈ സ്റ്റോറിയിൽ പറയുന്നത് എന്താണ്? ഒരു ഹൊറിഗൽ, അതായത് മറ്റൊരാളുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു സോഷ്യൽ സർവീസ് ആണെന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് അതൊരു റിലീഫ് ആയിരിക്കും. നമ്മളെല്ലാവരും നമ്മുടെ കപ്പാസിറ്റീസും നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ അനുസരിച്ച് ഒരുപാട് ബേർഡൻസ് ചുമക്കുന്നവരാണ്. അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരുപാട് ബേർഡൻസ് ചുമക്കുന്നവരാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയൊരു റെസ്റ്റ് എടുക്കാം, മറ്റുള്ളവരോട് ആരോടെങ്കിലും നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യാനൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അത്രയും റിലീഫ് ആയിരിക്കും. നമുക്ക് സ്വയം അത് ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു വഴിയും കൂടി ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ പ്രശ്നങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അത് ഷെയർ ചെയ്യാൻ ഒരാള് വേണം. അപ്പൊ ഇവിടെ രത്നയും ഗ്രാൻഡ് ഫാദറും ചെയ്യുന്നത് അത്രയും നല്ലൊരു സോഷ്യൽ സർവീസ് ആണ്. മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു മനസ്സ്, ഈ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ആരെ കേൾക്കാനോ ആർക്കും സഹായം ചെയ്യാനൊന്നും സമയമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഒരാളുടെ കേൾക്കാൻ മനസ്സ് കാണിക്കുക എന്ന് പറയുന്നത് എന്താണ്, അത്രയും വലിയൊരു കാര്യമാണ് എന്നാണ് ഇവിടെ സുധാമൂർത്തി പറയുന്നത്. അപ്പോ ഈ ചാപ്റ്റർ ഒരു ഗംഭീരമായിട്ടുള്ള സോഷ്യൽ സർവീസ് ആണോ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതോ വെറുതെ ഷോ ഓഫ് കാണിക്കാണോ, അതോ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത്? ആ അഭിപ്രായത്തിനെ കുറിച്ച് എഴുതാനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ജസ്റ്റ് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. എന്താണ്? I do think that the grandfather and Ratna were doing a tremendous social service. ഞാൻ അതിനെ എഗ്രി ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങളത് ഡിസഗ്രി ചെയ്യാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കൂടി നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ എഗ്രി ചെയ്യുന്ന എന്റെ ഒരു അഭിപ്രായമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ്? They used to sit down and calmly listen to the problems people have. They listen to the people with sympathy and not judgment. By opening their mind, people feel relieved. The grandfather and Ratna might not have solved people's problem, but they were simply horrible those giving the people temporary relief for their inner burdens. എന്താണ് ചെയ്യുന്നത്? രത്നയും ഗ്രാൻഡ് ഫാദറും ട്രമൻഡസ് സോഷ്യൽ സർവീസ് ആണ് ചെയ്യുന്നത്. അവര് മിണ്ടാതിരുന്നിട്ട് മറ്റുള്ളവരെ കേൾക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, വിത്തൗട്ട് ജഡ്ജ്മെന്റ് വിത്ത് സിമ്പതി. എന്താണ്, ഒരു മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതെ സിമ്പതിയോട് കൂടിയിട്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ മൈൻഡ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അവർക്ക് കുറച്ചും കൂടി റിലീഫ് ആയിട്ട് തോന്നും. ആൻഡ് അവർക്ക് സ്വയമേ അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അവർക്ക് മനസ്സിനൊരു റിലീഫ് ആയിരിക്കും ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രത്നി ഗ്രാൻഡ്ഫാദറിന് ചെയ്യുന്നത് വളരെയധികം നല്ലൊരു സോഷ്യൽ സർവീസ് തന്നെയാണ്. അവർക്ക് ഒരു ആരുടെയെങ്കിലും പ്രശംസയോ അല്ലെങ്കിൽ ഒരുപാട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവർ ചെയ്യുന്നത്. അവരുടെ ഒരു സന്തോഷമാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് വളരെ നല്ല കാര്യമാണെന്നുള്ള രീതിയിലാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഒന്നുകിൽ ഇത് തന്നെ പഠിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ആൻസർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമാജിൻ നൊമിത ഗെറ്റ്സ് എ ചാൻസ് ടു ടോക്ക് വിത്ത് രത്ന ഹൗ വുഡ് ഷീ എക്സ്പ്രസ് ആൻഡ് ഹൗ വർറീസ് റൈറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ നൊമിത ആൻഡ് രത്ന. നൊമിത ആരാണ്? നൊമിത എന്ന് പറയുന്നത് നമ്മുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ആരെന്ന് പറയുന്നത് നമ്മുടെ നൊമിത എന്ന് പറയുന്നത്. നൊമിതക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ. അവരുടെ അമ്മ എന്ന് പറയുന്നത് ഒരു വിഡോ ആണ്. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അവരുടെ അമ്മ എപ്പോഴും ആവശ്യങ്ങൾ പറഞ്ഞിട്ട്, പൈസയുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നൊമിതയ്ക്ക് എപ്പോഴും കത്തയക്കാറുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവരുടെ ഹസ്ബൻഡ് അവരെ വല്ലാതെ കളിയാക്കാറുണ്ട്. അവർ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. എന്തെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട് നമിത. അപ്പോൾ നമിതക്ക് ഒരുപാട് വരീസ് ഉണ്ട്. നമിതക്ക് ഒരിക്കലെങ്കിലും രത്നയെ കാണാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് വരീസ് അവരോട് ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പം നമിതക്ക് രത്നയെ കാണാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമിത എങ്ങനെയായിരിക്കും അവരുടെ വരീസ് അവിടെ ഷെയർ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കാം. അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, വിട്ട് കളയരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സുധാ മോദി ഇൻവൈറ്റ്സ് രത്ന ടു ഹർ ഓഫീസ് to introduce her to the staff to pay a speech സുധാമൂർത്തി would deliver on the occasion. എന്താണ് സുധാമൂർത്തി ആദ്യം വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലുള്ള ആളാണ് രത്ന എന്നാണ് പറയുന്നത്. അപ്പൊ സുധാമൂർത്തി ഇപ്പൊ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് രത്നേനെ വിളിച്ചിട്ട് രത്നേനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും രത്നേനെ കുറിച്ചിട്ട് സുധാമൂർത്തി അവിടെ പറയാൻ പോകുന്നത്, ആ ഒരു ഒക്കേഷനിൽ പറയാൻ പോകുന്നത് എന്നാണ് ചോദ്യം. രത്ന രത്നയുടെ ഒരു എന്താ പറയാ ക്യാരക്ടർ സ്കെച്ചും നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഉറപ്പായിട്ടും വായിച്ചു നോക്കണം. വായിച്ചിട്ട് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താം. ഇതേപോലെ തന്നെ എഴുതണമെന്നല്ല, ജസ്റ്റ് ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങളും അതിലില്ല. ഏതൊരാൾക്കും പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ചാപ്റ്റർ ആണ് ഹൊറിഗല്ലു എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെറിയൊരു ചാപ്റ്റർ ആണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ ചാപ്റ്റർ മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ചാപ്റ്റർ നന്നായിട്ട് വായിച്ചു നോക്കണം. മനസ്സിലാവാത്ത കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടക്കം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ നന്നായിട്ട് വായിച്ചു നോക്കാം. നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചോദിക്കും. ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ജസ്റ്റ് ഞാൻ റെഫറൻസ് ചെയ്തത്. അതുപോലെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ, എന്താണ് നമ്മളുടെ ഒരു ഫ്രണ്ട് അവരുടെ വെറീസ് നമ്മളോട് വന്ന് പറഞ്ഞു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് എഴുതാനൊക്കെ പറയും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് എന്തെങ്കിലും ഒരു വരെ നിങ്ങളോട് വന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാം. അപ്പൊ അങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ രീതി എഴുതാനൊക്കെ എക്സാമിന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് നന്നായിട്ട് വൃത്തിക്ക് വായിച്ച് പഠിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോകാം. ഓക്കെ ആണോ? താങ്ക് യു കേട്ടോ. നാട്ടിൽ ക്ലാസ്സിൽ കാണാം.